ഇന്നലെ പെയ്ത മഴയിൽ അതിശക്തമായിട്ടാണ് തിരുവനന്തപുരം നഗരമെമ്പാടും വെള്ളക്കെട്ടിൽ അമർന്നിട്ടുണ്ടായിരുന്നത്. അതിന് ഏറ്റവും കൂടുതൽ പ്രദേശവാസികൾ പറയുന്നത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലിലെ വീഴ്ച എന്നാണ് അവർ ആരോപിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ നമ്മളോടൊപ്പം തന്നെ ചേരുന്നുണ്ട്, 24-നോടൊപ്പം ചേരുന്നുണ്ട്. മേയർ, ഇപ്പോൾ പ്രദേശവാസികളുടെ പ്രധാന ആരോപണം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലിലെ വീഴ്ചയാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ്. അതായത് SKN ഒരു ജനങ്ങളുടെ ഒരു ധാരണ, അത് ഞാൻ ഇപ്പോഴും മാധ്യമപ്രവർത്തകരോട് നിങ്ങളുടെ റിപ്പോർട്ടറോട് പോലും ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് അവർക്ക് വ്യക്തമായത്. ഈ വെള്ളം കയറിയ ആറുകൾ ഒന്നും തന്നെ ആമേഴഞ്ചാന്തോടും പാർവതി പുത്തനാറും ഒക്കെ തന്നെ ജലസേചന വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അവിടെ ഒരു പ്രവൃത്തിയും നടത്തുവാൻ വേണ്ടി നേരിട്ട് നടത്താൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, കോർപ്പറേഷന്റെ ഉത്തരവാദിത്വത്തിലും ഉടമസ്ഥതയിലുമുള്ള ഒരു ഓടയിലും ഇന്നലെ വെള്ളപ്പൊക്കം ഉണ്ടായില്ല. ഞങ്ങൾ 1.5 മാസം മുമ്പ് തന്നെ 2 കോടി രൂപ മുടക്കി 101 വാർഡുകളിലും ഞങ്ങൾ നേരിട്ട് കൂടെ നിന്നാണ് അതെല്ലാം ക്ലീൻ ചെയ്തിട്ടുള്ളത്. ഇന്നലെ വെള്ളപ്പൊക്കം കുറച്ച് കൂടുതലായിട്ടുണ്ടായത് പഴവങ്ങാടി ഭാഗത്താണ്. അത് ആമേഴഞ്ചാൻ തോടാണ്. അത് ജലസേചന വകുപ്പിന്റെ ഉത്തരവാദിത്തത്തിലുള്ളതാണ്. ജലസേചന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു തിരുവനന്തപുരത്ത് 8-9 ഡിപ്പാർട്ട്മെന്റുകളുടെ കീഴിലുള്ളതാണ് എല്ലാ ഓടകളും തോടുകളും ഒക്കെ തന്നെ. അതായത് ജലസേചന വകുപ്പുണ്ട്, റെയിൽവേ ഉണ്ട്, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, ഇൻലാൻഡ് നാവിഗേഷൻ, PWD, NHAI, കോർപ്പറേഷൻ, അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി, KRFB. ഇത്രയും പേരുടെ ഉടമസ്ഥയിലുള്ള വ്യത്യസ്തമായ തോടുകളിലൂടെയും ഓടകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. കോർപ്പറേഷന്റെ പ്രധാന ഉത്തരവാദിത്വം ഇതായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ ഉടമസ്ഥകളിലെല്ലാം തന്നെ ഞങ്ങൾ 1.5 മാസം മുമ്പ് തന്നെ ക്ലീൻ ചെയ്തു. മേയർ, ഇതിലൊന്ന് ഇടപെട്ടോട്ടെ. ഇപ്പോൾ മേയർ പറഞ്ഞതുപോലെ ശരിയാണ്, മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് കോർപ്പറേഷൻ ഇടപെടാൻ സാധിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ ആമേഴഞ്ചാൻ തോടിന്റെ ആ ഭാഗത്തെ മതിൽ പൊളിച്ചത് യഥാർത്ഥത്തിൽ വെള്ളം ആമേഴഞ്ചാൻ തോട്ടിൽ നിന്ന് മുഴുവൻ നഗരത്തിലേക്ക് കയറാൻ കാരണമായി എന്ന് ആളുകൾ ഒരു പരാതി പറയുന്നുണ്ട്. അത് പുനർനിർമ്മാണം പൂർത്തിയാക്കേണ്ടിയിരുന്നില്ല നേരത്തെ? അതായത് അവിടെ വർഷങ്ങളായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പാലത്തിന്റെ അടിയിൽ അടിഞ്ഞുകൂടിയ 10-15 വർഷമായി അടിഞ്ഞുകൂടിയ വേസ്റ്റ് മാറ്റാത്തത് കൊണ്ടാണ് അവിടെ അകത്ത് JCBയും ഹിറ്റാച്ചി ഇറക്കേണ്ടി വന്നത്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അത്തരത്തിലുള്ള കാര്യം ചെയ്യേണ്ടി വന്നത്. പക്ഷെ അത് മാത്രമല്ല പ്രശ്നം. അല്ലാത്ത മറ്റുള്ള സ്ഥലങ്ങളിലും കയറിയിട്ടുണ്ട്. മറ്റുള്ള പല സ്ഥലങ്ങളിലും വേസ്റ്റ് അടിഞ്ഞ് 15-20 വർഷമായിട്ടുള്ള മാലിന്യം പാലത്തിന്റെ അടിയിൽ അടിഞ്ഞു കിടപ്പുണ്ട്. ഈ പാലം ഞങ്ങൾക്ക് പൊളിക്കാനുള്ള അനുവാദമില്ല. ഞങ്ങൾ ഇതിന് മുകളിലുള്ള പ്ലാസ്റ്റിക്കും കുറച്ച് പേപ്പറും ഒക്കെ ഉണ്ടായിരുന്ന മാറ്റിയതിന് ശേഷം 160 ലോഡ് മണ്ണാണ് ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള തോട്ടിൽ നിന്ന് ഞങ്ങൾ മാറ്റിയത്. എന്നിട്ടും തീർന്നിട്ടില്ല. ഇനിയും 13 കിലോമീറ്റർ ദൂരം കിടക്കുകയാണ്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടി സംയുക്തമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് ഒരു അടിയന്തര പ്രാധാന്യം കൊണ്ട് ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ.